അപ്പോഴത്തെ നമ്മൾ കോട്ടയം പോയിട്ട് വന്നതാണ്. ഈ സൈഡിൽ കൂടി അങ്ങോട്ട് ക്രോസ് ചെയ്ത് സൈക്കിളുമായിട്ട് പോകാൻ പാടാണ്. അപ്പോഴത്തെ അതാണ് നമ്മൾ പോയ ബോട്ട് ജെട്ടി കാര്യങ്ങളൊക്കെ. അതിനുശേഷം രാജ്കോട്ടിൽ നിന്നുള്ള റോഡ് വഴി നമ്മൾ നേരെ ഇങ്ങോട്ട് പോന്നു. ഇവിടെയും ഇതാണ് യഥാർത്ഥത്തിലുള്ള ഹാർബർ സൈഡ്. വലിയ വള്ളങ്ങളുടെ പണികളും ബോട്ടുകളുടെ പണികളൊക്കെ നടക്കുന്ന സ്ഥലം. അപ്പോഴത്തെ ചെറുവള്ളങ്ങളൊക്കെ ഇവിടെ യാത്ര പോകാൻ വേണ്ടി തയ്യാറായി കിടക്കുന്ന വെളുപ്പിനെ മീൻപിടുത്തത്തിന് പോകുന്ന ബോട്ടുകളാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഛത്രപതി ശിവജി എന്ന മഹാരാജാവിൻ്റെ ആ വലിയ സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അത് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. ഇനിയിപ്പോൾ ഉള്ളിലോട്ട് പോകണം. നമ്മൾ സൈക്കിൾ ഇവിടെ പാർക്കിങ്ങിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ്. ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അവിടെ ചെന്നിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ശരി, ഉള്ളിലോട്ടുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴത്തെ ശിവജി മഹാരാജിൻ്റെ ആ വലിയ സ്റ്റാച്യു വെച്ചിരിക്കുന്ന ആ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ആ മുനമ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ രാജ്കോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. രാജാവിൻ്റെ കോട്ട അവിടെയാണ് ഛത്രപതി ശിവജി മഹാരാജാവിൻ്റെ ആ വലിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഇത് സിന്ധുദുർഗിൻ്റെ ഒരു മുനമ്പിലാണ് ഈ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ വാട്ടർ സ്പോർട്സ് നടത്തുന്ന ആളുകളെല്ലാം കാണാൻ പറ്റും. നല്ല വേലിയേറ്റ സമയത്ത് വെള്ളം ഇങ്ങോട്ട് കയറി വരുന്നതാണ്. അതാണ് ഈ കല്ലിനെല്ലാം ഈ പരുവത്തിലിരിക്കുന്നത്. ചെറിയ ചെറിയ പീസുകളായിട്ടുള്ള കല്ലുകൾ നിൽക്കുന്നത്. ഇത് വെള്ളാരം കല്ല് ചേർന്ന കല്ലാണ്, കട്ടി കുറഞ്ഞ കല്ലാണ്. ഇത് കണ്ടോ, പാറക്കെട്ടുകളാണ്. പാറക്കെട്ടുകളുടെ ഇടയിലൂടെ വേണം ഈ റൂട്ട് അറിയാവുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വളരെ പ്രാധാന്യമുള്ള ഒരു കോട്ട തന്നെയാണ് ഈ സിന്ധുദുർഗ് കോട്ട. ഏതുണ്ട് ഇവിടെ നിന്നാൽ ആ കോട്ട നമുക്ക് കാണാം. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിട്ട് വന്നത്. ഏകദേശം 800 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ കോട്ടയാണ്. അപ്പോൾ ഛത്രപതി ശിവജി എന്ന ആ മഹാൻ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നിർമ്മിച്ച ഒരു കോട്ടയാണ്. കാരണം ആ പ്രദേശം അവിടെ ഉള്ളതുകൊണ്ട് ആ ഭാഗത്തു നിന്ന് വരുന്ന പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് വരുന്ന ശത്രുക്കളെ കാണാൻ സാധിക്കില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ കോട്ട പണിതത്. ഇപ്പോൾ അതിനുള്ളിൽ ഒരു 10-15 കുടുംബക്കാർ താമസിക്കുന്നുണ്ട്. മഴക്കാലമാകുമ്പോൾ 5-6 പേര് അവിടെ നിന്നിട്ട് ബാക്കിയുള്ളവർ ഇങ്ങോട്ട് പോരും. കാരണം മോഷണം കാര്യങ്ങളൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോഴത്തെ നമ്മൾ ശിവാജി മഹാരാജിൻ്റെ ആ പടുകൂറ്റൻ പ്രതിമയുടെ അടിയിലാണ് നിൽക്കുന്നത്. അവിടെ മെയിൻ്റനൻസ് പണി നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ അകത്തോട്ട് പ്രവേശനമില്ല. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു ക്ഷേത്രവും അവിടെയുണ്ട്. ഇതാണ് ആ ക്ഷേത്രം. ആ മരത്തിൻ്റെ ചുവട്ടിലാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു കോട്ട കണക്കെ നിർമ്മിച്ചിരിക്കുന്ന ഒരു കോമ്പൗണ്ടിനുള്ളിൽ വളരെ വലിയൊരു പ്രതിമ, പടവാളേന്തിയ ആ ശിവാജി മഹാരാജിൻ്റെ ആ വലിയ പ്രതിമയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോഴത്തെ ഈ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പണ്ടത്തെ ഒരു കെട്ടിടമാണത്. പണ്ട് വാച്ച് ടവറായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കെട്ടിടമാണ്. കാലക്രമേണ അത് നശിച്ചു പോയി. ഇതുണ്ട്, വാട്ടർ സ്പോർട്സിൻ്റെ വഞ്ചികളൊക്കെ പോകുന്നത് കാണാം. കടലിൻ്റെ നടുവിലും അവരുടെ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ തിരയടിച്ച് കയറുന്നത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. വേണ്ട, ഇതുപോലുള്ള പാറക്കെട്ടിൻ്റെ മുകളിലാണ് ആ കോട്ടയും സ്ഥിതി ചെയ്യുന്നത്.
അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന വഞ്ചികൾ ഈ സൈഡിൽ കൂടെ കയറി വരാറില്ല. ആ പാറയുടെ അങ്ങേ സൈഡിലൂടെയാണ് വഞ്ചികളെല്ലാം വെളിയിലേക്ക് പോകുന്നതും വരുന്നതുമെല്ലാം. അതുപോലെ തന്നെ ആ പാറയുടെ അങ്ങേ സൈഡിൽ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് കട്ട് ചെയ്ത് പോകാൻ പറ്റും. എന്നാലും ആ കാണുന്ന ഇപ്പോൾ ബോട്ട് പോകുന്ന ഭാഗത്തൂടെ മാത്രമേ ഉള്ളൂ വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇപ്പുറത്തെല്ലാം പാറക്കൂട്ടങ്ങളാണ്. നല്ല തിരയുള്ള സമയത്താണെങ്കിൽ ബാലൻസ് പോയിട്ട് പാറക്കൂട്ടങ്ങളിൽ വന്ന് വഞ്ചികൾ ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ആ കോട്ട 1 വർഷം കൊണ്ട് നിർമ്മിച്ചാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തൊരിതാണ്. കാരണം കടലിൽ നിന്നും കെട്ടിക്കയറ്റിയിരിക്കുന്ന കോട്ടയാണ്. നമ്മളിതേ ആ ഭാഗത്തൊക്കെ പോയതാണ് കേട്ടോ. ആ വെള്ളം അടിച്ച് കയറുന്ന ഭാഗത്തൊക്കെ നമ്മൾ പോയതാണ്. അവിടെ നിന്നാണ് നമ്മൾ കാഴ്ചകൾ കണ്ടിട്ട് വന്നത്. ഇത് കണ്ടോ, ആ കോട്ടയുടെ ഒരു പകുതി ഭാഗം വരെ വെള്ളം അടിച്ച് കയറും. അപ്പോഴത്തേനും കാലാവസ്ഥ കറക്റ്റായിട്ട് നോക്കിയിട്ടായിരിക്കണം ഈ കോട്ട പണിതിരിക്കുന്നത്. അതായത് ഒരു പകുതി ഭാഗത്തോളം നല്ല കാലാവസ്ഥയുള്ളപ്പോൾ പണിതിട്ട് ബാക്കി മോശം കാലാവസ്ഥയിൽ പണിതെടുത്തതായിരിക്കണം. അല്ലെങ്കിൽ ആ താഴേന്ന് എത്രയും തിരയടിക്കുമ്പോഴത്തേനും എങ്ങനെ കല്ലിറക്കി വെക്കാൻ പറ്റും. അപ്പോൾ ശരി, നമ്മൾ രാജ്കോട്ടിൽ നിന്നും പതിയെ യാത്ര തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു റോക്ക് ഗാർഡൻ, അതെവിടാണെന്നറിയില്ല. ഇനിയിപ്പോൾ അത് തപ്പിപ്പിടിക്കണം. ഇനി ഇതാണോ റോക്ക് ഗാർഡൻ എന്നും അറിയില്ല. ഏതായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതുകൂടെ കണ്ടിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. യപ്പ, ഇത് കണ്ടോ, വെള്ളാരം കല്ലുകളാണ് കേട്ടോ. വെള്ളാരം കല്ല് ഇടയ്ക്കിടയ്ക്ക് ബോൾ പോലെ ഇരിക്കുകയാണ്. വെള്ളം അടിച്ച് കയറി കട്ടിയുള്ള ഭാഗങ്ങൾ മാത്രം ബോളായിട്ട് മാറിയിട്ട് പാറ അതുപോലെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ വെള്ളാരം കല്ലിൻ്റെ കാഠിന്യ വ്യത്യാസം അനുസരിച്ചാണ് ഈ പാറയ്ക്ക് ഇങ്ങനെയുള്ള ഒരു ബോൾ പോലെ വീഴാനുള്ളൊരു ഇത് കിട്ടുന്നത്. ഇവിടം വരെയൊക്കെ നല്ല തിരയുള്ളപ്പോഴത്തേനും വെള്ളം അടിച്ച് കയറുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇതുവഴി കടലിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിപ്പോകാനുള്ളൊരു ചാല് കാണുന്നുണ്ട്. ഒന്ന് നോക്കട്ടെ. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ കണ്ടിട്ട് പോവാം. ഇവിടെ ഒരു സംഭവമാണ് കേട്ടോ. നമ്മൾ എവിടെയാണ്, ചെമ്പരിക്ക ബീച്ച് കണ്ട പോലെയുള്ളൊരു സംഭവം. ചെമ്പരിക്ക ബീച്ചിൽ നമ്മളിങ്ങനെ ഒരു സംഭവം കണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലൂടെ ഒരു കണ്ണാടി കണക്കിന് നമുക്ക് ഒരു വാതിൽ കണക്കിന് കടലിനെ കാണാൻ പറ്റുന്ന പോലെ. ഇതുണ്ടോ, കടൽ തിരി അടിച്ചിപ്പോൾ കയറി വരും. എന്തേ, ആഹാ, അടിപൊളിയല്ലേ. അതിങ്ങനെ കയറി അറ്റത്തോട്ട് വരും. ആ കാഴ്ചയൊക്കെയാണ് രാത്രിയിൽ കാണാൻ പറ്റുന്നത്. രാത്രിയിൽ നല്ല തിരകയറ്റമായിരിക്കും. ഇന്നലെ നല്ല മഴയുടെ ഇതായതുകൊണ്ട് ന്യൂനമർദ്ദം ഉണ്ടെങ്കിൽ നന്നായിട്ട് തിരയടിക്കും. ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ട്. അതിനു മുമ്പ് എവിടെയെങ്കിലും പോയി കയറണം. അങ്ങ് അകലക്കൂടെ ബോട്ടുകളൊക്കെ പോകുന്നത് കാണാം. സെയിലിങ് നടത്തുന്ന ബോട്ടുകൾ. അതിനിടയിലൂടെ തിരയെ അടിച്ച് കയറുന്നുണ്ട്. ആഹാ, അതിനിടയ്ക്കൂടെ ഒരു മീൻപിടുത്ത വള്ളവും പോകുന്നുണ്ട്. ഇപ്പോൾ റോക്ക് ഗാർഡൻ്റെ സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണിത്. കടലിൻ്റെ ഒരു പ്രദേശം മുഴുവൻ കല്ലിൻ്റെ ഇടയിലൂടെ ഇടിച്ച് കയറി വരുന്നൊരു കാഴ്ച. ഇതുണ്ട, നല്ല രസമില്ലേ? എല്ലാം വേലി കെട്ടി വെച്ചിരിക്കുക കേട്ടോ. എന്നാൽ ഒരു മെനയ്ക്ക് വേലി കെട്ടി വെക്കണ്ടേ? തോന്നിയ പോലെ വേലി കെട്ടി വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു വ്യൂവും പോയി, മൊത്തത്തിൽ പോയി. ഇവിടം വരെയൊക്കെ വെള്ളം അടിച്ച് കയറി വരുന്ന കേട്ടോ. അങ്ങനെ ഇത് പോയതാണെന്ന് തോന്നുന്നു. ഏതായാലും വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. അങ്ങ് അകലെയാണ് ആ കോട്ട കാണുന്നത്. അപ്പോഴത്തെ ഇതൊരു ഗാർഡനാണ് കേട്ടോ, ഒരു ചെറിയ ഗാർഡൻ, പിള്ളേർക്കുള്ളൊരു ഗാർഡനാണ്. നമ്മളിത് റോക്ക് ഗാർഡൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ സംഭവം ഓർത്ത് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു ചിൽഡ്രൻസ് പാർക്കായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ഇവിടെ ഐ ലവ് മാൽവൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് പോവാം. അത്രയേ ഉള്ളൂ. 10 രൂപയാണ് ടിക്കറ്റ്. ഇവിടെ എന്തോ വെട്ടിക്കയറ്റി വരുന്നുണ്ട്. എന്തോ ഷേപ്പ് ഉണ്ടാക്കിക്കൊണ്ട് വരുവാണ്. മാൽവൻ. ആ ഗാർഡൻ്റെ അങ്ങേ സൈഡിൽ നിന്ന് വേണം കാണാൻ. ഇതിപ്പോൾ ഞാൻ പുറകെ കൂടിയാണ് വന്നത്. അപ്പോൾ ഇവിടെ കയറി ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പോകാം.
അതാണ് അതിൻ്റെ ശരി എന്ന് തോന്നുന്നു. ഇങ്ങോട്ട് കയറാമെന്ന് തോന്നുന്നു. ഇവിടെ ഒരു കൈവരലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം മൂടിപ്പോയി. ഇതുണ്ട, കൊള്ളാം. ടെൻറ്റിങ് പരിപാടിയെല്ലാം കഴിഞ്ഞു, സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. ഇനിയിപ്പം കുഞ്ഞിനെ സൈക്കിളിനെ ഈ സൈഡിലോട്ട് എടുത്ത് വെക്കണം, എന്നിട്ട് ലോക്ക് ചെയ്യണം. സൈക്കിൾ അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിനെയും കൂടി കയറ്റി. ഇപ്പോൾ ഭയങ്കര നായശല്യമാണ്, അതുകൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ശരി, ഇന്ന് ഇവിടെയാണ് ഹൈവേയുടെ 66 ലൈനാണ് പോകുന്നത്. അപ്പുറത്തെ സൈഡിൽ പോലീസ് വണ്ടിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ പോലീസ് വണ്ടി പെട്രോളിങ്ങിന് വരുമ്പോഴത്തേക്കും ചോദിക്കുമായിരിക്കും. പിന്നെ നമ്മളെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവരങ്ങനെ വർത്താനം പറയാറില്ല. അപ്പോഴത്തെ സൈക്കിളും എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞിനെയും കൂടി അകത്ത് കയറ്റി നമ്മളിങ്ങനെ ടെൻറ്റിൻ്റെ അകത്തോട്ട് വരും. ടെൻറ്റിൻ്റെ അകത്തോട്ട് നമ്മൾ കയറാൻ പോവാണ്. ഉണ്ടോ, സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞി ഇവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞിനെയും കൂടി അകത്തോട്ട് കയറണം, എന്നിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാം സുഖമായി. ഇന്നലെ ഇവിടെയാണ് കിടന്നുറങ്ങിയത്, അഴിച്ചിട്ടില്ല. രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ. സൈക്കിളുണ്ട്, ടെൻറ്റുണ്ട്, ഞാനുണ്ട്, കുഞ്ഞിയുണ്ട്. കുഞ്ഞി അതെ, കുഞ്ഞിന്ന് വിളിച്ചപ്പോഴേ കുഞ്ഞി ഇറങ്ങാൻ തുടങ്ങുമാണ്. അപ്പോൾ ശരി, ഈ പൂനെയിലേക്കുള്ള യാത്രയിലാണ്. പതിയെ പതിയെ നമ്മൾ യാത്ര പോകുന്നുള്ളൂ. ഇന്നലെ ഫുള്ള് മഴയായിരുന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ജോപ്പൻ്റെ യാത്ര തുടരുകയാണ്.